ഞാൻ 2-ലോ 3-ലോ പഠിക്കുന്ന ടൈം, അതായത് 2009-10 കാലഘട്ടമാണെന്ന് തോന്നുന്നു. ആ ടൈമിലാണ് ആദ്യമായിട്ട് ഞാൻ മെഹന്തി വരച്ചു നോക്കുന്നത്. അതുവരെ നമ്മള് പെരുന്നാള് അതുപോലെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ പൊതുവെ ഉമ്മാര് അല്ലെങ്കിൽ അയൽവക്കത്തുള്ള നമ്മളെക്കാട്ടിലും അന്ന് ഒരു 10-17 വയസ്സുള്ള താത്തമാരൊക്കെ ആയിരുന്നു ഇട്ട് തന്നിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ക്ലാസ്സിലൊരു കുട്ടി മെഹന്തി മൈലാഞ്ചി വരച്ച് ചിത്രം ഉണ്ടാവുമല്ലോ, അത് ക്ലാസ്സിലേക്ക് കൊണ്ടുവരുന്നു. ക്ലാസ്സിലിരുന്നിങ്ങനെ പേജിൽ ഈ പേന കൊണ്ടിങ്ങനെ വരച്ചിങ്ങനെ എന്താണ് മെഹന്തി പൂവും കായൊക്കെ വെച്ച് മെഹന്തി ഡിസൈൻ ചെയ്യുന്നതും കണ്ടത്. അങ്ങനെ ഇത് ക്ലാസ്സിൽ ട്രെൻഡായി. ആ ടൈമിലാണ് ആദ്യമായിട്ട് ഞങ്ങൾ മൈലാഞ്ചി ഇടാൻ തുടങ്ങിയത്. പക്ഷെ ആ ട്രെൻഡ് അവസാനിച്ചതോടുകൂടി ഞാൻ മൈലാഞ്ചി ഇടലും അതിൻ്റെ ഒരു പ്രാക്ടീസ് പോലെയുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് നിർത്തി. പക്ഷെ എൻ്റെ കൂടെ തന്നെ എൻ്റെ കസിൻ ഒരാൾ കൂടി പഠിക്കുന്നുണ്ടായിരുന്നു. ആ അന്ന് എന്നെ വരയ്ക്കൽ തുടങ്ങി. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് സത്യത്തിൽ അതൊരു സ്കില്ലായി ഡെവലപ്പായി. പൊക്കി പറയല്ല, ഉള്ളത് പോലെ പറയണല്ലോ. എന്നിട്ട് ഇപ്പോൾ നന്നായിട്ട് നല്ല ഉഷാറായിട്ട് മെഹന്തി ഡിസൈൻ ചെയ്യും. പിന്നെ ഓളൊന്ന് പ്രൊഫഷണൽ ടച്ചിലേക്ക് തന്നാലേ എൻ്റെ എല്ലാ ഫങ്ഷൻസിന് അതുപോലെ തന്നെ പെരുന്നാളിനൊക്കെ ഓളായി നമ്മൾ മെഹന്തി ഇരുന്നാൾ. ഞാനത് അന്നത്തോടുകൂടി ആ ട്രെൻഡ് കഴിഞ്ഞതോടുകൂടി ആ പരിപാടി നിർത്തിയതുകൊണ്ട് ഞാൻ അവൾക്ക് കൈ നീട്ടിക്കൊടുക്കുമ്പോൾ ഓൾ എനിക്ക് ഏറ്റുന്നു. അങ്ങനെയായിരുന്നു സംഭവം ഉണ്ടായിരുന്നത്. പിന്നെ പോയ ഒരു ദുർബല നിമിഷത്തിൽ എനിക്കും മെഹന്തി ഇടല് പഠിക്കേണ്ടതായിട്ട് വന്നു. പഠിച്ചു എന്നല്ല, പ്രാക്ടീസ് ചെയ്ത് അതിനെ കുറച്ചുകൂടി ബെറ്റർ വേർഷനിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അപ്പൊ ഈ മെഹന്തി ഡിസൈൻ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോ ഓക്കേടാ, ബൈ.